അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയറെന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അല്ലാഹുവിന്റെ പേരിൽ കോപിക്കുകയും അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം വെറുക്കുകയും ചെയ്യുക എന്നതാണ്. അഥവാ നമ്മുടെ സ്നേഹത്തിന്റെയും നമ്മുടെ വെറുപ്പിന്റെയും അതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന് വേണ്ടിയാണ് എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ശബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു ദിവസമുണ്ട്. ഖിയാമത്ത് നാളിന്റെ അന്ന് അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് അന്ന് തണലേകുന്നതാണ്. അതിലൊരു വിഭാഗം ആളുകൾ ആരാണ്? വറജുലാനി തഹാബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തവരാണവർ. ഇജ്തമഅ അലൈഹി, അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ പരസ്പരം ഒരുമിച്ച് കൂടിയവരാണവർ. വതഫറഖ അലൈഹി, അങ്ങനെ മരണം വരെ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുകയും മരണം വരെ ആ മാർഗ്ഗത്തിൽ കഴിച്ചു കൂട്ടിയ രണ്ടാളുകൾ അവർക്ക് അല്ലാഹു നാളെ തണലേകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി റസൂലുള്ളാഹി പറയുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ, അല്ലാഹു പറയുകയാണ് എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും വൽ മുതസാബിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുകയും വൽ മുതബാദിലീന, നന്മയുടെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് എന്റെ സ്നേഹം അവരുടെ മേൽ നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഒരു മാർഗ്ഗമായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. നാലാമതായി ഒരു വ്യക്തി അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നു വന്ന് റസൂലിനോട് ചോദിക്കുകയാണ്, മതസ്സാഅ, റസൂലേ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂലുള്ളാഹി ചോദിച്ചു, വമാ അഅദത്ത ലഹ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നീ എന്ത് പാചകമാണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ വ്യക്തി പറയുകയാണ്, എന്റെ പക്കൽ ധാരാളം നമസ്കാരമോ നോമ്പോ അതുപോലെയുള്ള ഇബാദത്തുകളോ ഒന്നും എന്റെ പക്കലില്ല. പക്ഷേ അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ നീ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ നീ സ്വർഗ്ഗത്തിലായിരിക്കും എന്ന റസൂലിന്റെ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅന ഉഹിബ്ബു നബിയ വഅബാ ബക്രിൻ വഉമർ, ഞാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, അവരോടുള്ള സ്നേഹം കാരണത്താൽ അവരോടുള്ള ഇഷ്ടം കാരണത്താൽ നാളെ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹം, ഈമാനിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.